ഈ റെയിൽവേയുടെ ഒരു ഫെൻസിങ് നിങ്ങൾ അവിടെ അതെ അതെ ആ ഫെൻസിങ് ഉണ്ട്. ആ ഫെൻസിങ്ങിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്ന മാലിന്യങ്ങളുണ്ട്. ആ ഫെൻസിങ്ങിന് അപ്പുറത്താണ് ഈ പറയുന്ന മുഴുവൻ വലിയ പാറ പോലെ ഉറച്ച കൂമ്പാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, അവിടെ 2 ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ആളുകൾ, ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആളാണ്, നമ്മൾ ഈ കൃത്യമായിട്ട് ഈ മാലിന്യ ശേഖരണത്തിന് വരുന്ന ആളുകളുണ്ടല്ലോ, അവിടെ വന്നിട്ട് ഇതെടുക്കുന്ന ഹരിതസേനയും അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ, അവരത് 2 ദിവസം വരാതിരുന്നാൽ അപ്പോൾ മുതൽ ഈ വീട്ടുകാരൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് വീട്ടിനകത്ത് വെക്കാൻ പറ്റില്ല. ഇത് അപ്പം തന്നെ പിന്നെ ഒരു ദുർഗന്ധം ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ പിന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ ജനത്തെ കുറ്റം പറയുമ്പോൾ ജനം ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്നില്ല എന്ന അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ ഒരു സംവിധാനം അതിൻ്റെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ, ഇതിപ്പോൾ എന്താണെന്നറിയോ, ആളുകൾ രാവിലെ രഹസ്യമായിട്ട് ബൈക്കും എടുത്തുവിട്ട് പോയിട്ട് ഈ നദികളിലേക്ക് ഇത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിടുന്നുണ്ട്. എല്ലായിടത്തും ഈ എന്താ പറയുക CCTV വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും വെക്കാതെ തന്നെ എഴുതി വിടും, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്ന് എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗതികേടാണ്. റോബോട്ടിന്റെ പരിശോധനയിൽ ആദ്യം ജോയ ആണെന്ന് സംശയിച്ചല്ലോ, ഒരു മനുഷ്യ ശരീരമാണെന്ന് സംശയിക്കുന്നു. ഒരു വലിയ ചാക്കായിരുന്നു. ആ ചാക്ക് നിറയെ കുത്തി നിറച്ച് കെട്ടി എറിഞ്ഞിരിക്കുകയാണ് ഇതിലേക്ക്, തോട്ടിലേക്ക്. അങ്ങനെ ചാക്കിൽ കൊണ്ട് ഡംപ് ചെയ്യാണ്. ഈ കാര്യത്തിനകത്ത് ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മ ഉള്ളപ്പോൾ തന്നെ അതിനൊരു കൃത്യമായ സംവിധാനം ഉണ്ടാക്കുന്നതിനകത്ത് വരുന്ന വീഴ്ചയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇത് വെച്ചാൽ കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം എന്നുള്ളത് ഇന്നലത്തെ കണ്ടെത്തലല്ലെന്നേ, ഇത് എത്രയോ കാലമായിട്ട് ഉള്ളൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഈ ചെറിയ ചെറിയ പ്ലോട്ടുകളിലേക്ക് ആളുകൾ, എന്താ പറയുക, നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലേക്ക് മാറുകയും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണം സാധ്യമാകാതെ വരികയും ഫ്ലാറ്റുകൾ ധാരാളമായി വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നഗരം ക്രമീകരിക്കുന്നതിനകത്തും ഗ്രാമങ്ങൾ ക്രമീകരിക്കുന്നതിനകത്തും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല ഈ നഗരാസൂത്രണം എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും ദയനീയമായി നഗരാസൂത്രണം എന്ന് നമുക്കില്ലല്ലോ. നമ്മുടെ നഗരങ്ങളെ ആസൂത്രണം ചെയ്യുന്നത് ആരാ? റിയൽ എസ്റ്റേറ്റ് ആണ്. അവർ കണ്ടായ സ്ഥലത്ത് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, അവർ ഓടകൾ കയ്യേറുന്നു, അവർക്കെതിരെ ഓപ്പറേഷൻ എന്ന് വരുമ്പോൾ അത് നിശ്ചലമാവുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവർ വലിയ സ്വാധീനശേഷിയുള്ള വലിയ മാഫിയ സംഘങ്ങളാണ് നഗരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന റിയൽ എസ്റ്റേറ്റുകൾ. മാത്രമല്ല ഒരു പുതിയ ഷോപ്പിംഗ് കൾച്ചർ നമുക്കുണ്ടല്ലോ, വലിയ മാളുകൾ വരുന്നു, ആ മാളുകളിൽ പോകുന്നു, ശരിയാണ്, സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകൾ, ക്യാരി ബാഗുകൾ വാങ്ങുന്നു. ശരാശരി ഒരു മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന വേസ്റ്റിൻ്റെ കാര്യത്തിൽ 200% വർധനമാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിംഗ് കൾച്ചർ മാറി. നമ്മളൊരു കടയിൽ സാധാരണ പണ്ടൊരു ചണസഞ്ചിയുമായിട്ട് പോകും. ആ ചണസഞ്ചിയുമായിട്ട് പോയിരുന്ന, ജൂട്ട് ബാഗുമായിട്ട് പോയിരുന്ന മലയാളി ഇന്ന് കടയിലേക്ക് ഫ്രീ ഹാൻഡായിട്ടാണ് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ എനിക്ക് തോന്നുന്നു 10% താഴെ ആളുകൾ മാത്രമാണ് വീട്ടിൽ നിന്നൊരു ക്യാരി ബാഗുമായി പോകില്ല, മറ്റ് സാധനങ്ങൾ, പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി വരികയും ചെയ്യുന്നത്. കാര്യം ഷോപ്പിംഗ് മാളുകളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ക്യാരി ബാഗുകൾ പണം കൊടുത്ത് 10-15 രൂപയ്ക്ക് ക്യാരി ബാഗ് കൊടുത്ത് വാങ്ങും. ആ ക്യാരി ബാഗ് മാത്രമല്ല കേട്ടോ, ഓരോ പ്രൊവിഷൻസും നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക്. അപ്പോൾ ശരാശരി പണ്ട് നമ്മൾ റേഷൻ കടയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോറിൽ പോകുന്ന സമയത്ത് നമുക്ക് കടലാസി പൊതിഞ്ഞിട്ടാണല്ലോ ഇത് തരിക. ഇപ്പോൾ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, സവാള ഇതെല്ലാം കൂടി 4-3 പാക്കറ്റിലാക്കി ചണമിട്ട് കെട്ടി നമുക്ക് കൊണ്ടുവരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത് മാറിയ ഷോപ്പിംഗ് കൾച്ചർ തന്നെ മാറിയിട്ടുണ്ട്. ശരാശരി ഒരു മലയാളി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 200%-ലധികം വർധനയുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണയില്ല. അജൈവ ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കണം എന്നതാണ് നഗരസഭ പറയുന്നത്. അതിനുവേണ്ടി ഹരിതകർമ്മസേനയെ കൊണ്ടുവന്നപ്പോൾ ആദ്യം നാട്ടുകാർ പഴി പറഞ്ഞു, 50 രൂപ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ ആ 50 രൂപ അല്ല, അവർ 50 ലക്ഷത്തിൻ്റെ പണിയാണ് എടുക്കുന്നത് എന്നത് പിന്നീടാണ്. പക്ഷേ പിന്നീട് ആ പ്രശ്നം മാറി. 50 വേണ്ട, 100 കൊടുക്കാനും എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉറവിട സംസ്കരണം വേണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന് സ്ഥലവും സൗകര്യവും ഇല്ലാതെ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത്, ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടത് കോർപ്പറേഷനാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ബിൽഡിംഗ് ടാക്സ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് നികുതി നമ്മൾ കോർപ്പറേഷൻ ഉണ്ടാക്കുന്നതാണല്ലോ. ആ കോർപ്പറേഷൻ അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നല്ല. അതിലേറ്റവും കൂടുതൽ വിചിത്രമായി തോന്നിയത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ആളുകൾ തന്നെ ഇത്തരമൊരു ദുരന്ത മുഖത്ത് വന്ന് പരസ്പരം പഴിചാരുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഫെയിലിയർ ഓഫ് ഗവേണൻസ് ആണ്, ഭരണപരാജയം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഇൻസ്റ്റൻസ് കൂടിയാണ്. ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെ തുടരുമ്പോൾ അതിലിറങ്ങിയിരിക്കുന്ന ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിന്ന് 2 ടണലിൽ ഇറങ്ങുന്ന സമയത്ത് ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എത്ര മലിനമായ ജലത്തിലേക്കാണ് അവരിറങ്ങുന്നത്. അവർക്ക് തന്നെ ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഇതിനകത്ത് ഈ സ്കൂബ ഡൈവേഴ്സിന് അടക്കം ഈ പറയുന്ന ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ഇനി ഉണ്ടാകാൻ പോകുന്ന കൂടുതലാണ് വലിയ ഭവിഷ്യത്ത്. ഒരു സന്തോഷ്, ഒരു സുജയൻ, പിന്നെ ഒരു വിജിൻ, ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥർ, ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ
ത്യാഗജടിലമായിട്ട് അയ്യോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ല, ഫയർഫോഴ്സിന്റെ ഇന്നത്തെ അല്ല, എവിടെയും ഫയർഫോഴ്സ് അങ്ങനെയാണ്, എവിടെയും നിശ്ചയമായും ഫയർഫോഴ്സ് ഇന്ന് പ്രത്യേകിച്ചും. കാരണം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ പോയി സ്കൂബ ഡൈവിംഗ് നടത്തുന്നത് പോലെയല്ല ഒരു മലിനജലത്തിൽ മാൻഹോളിൽ ഇറങ്ങി പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമായ, അതും നമ്മളുടെ ഒരു സഹജീവിയെ കണ്ടെത്താൻ വേണ്ടിയാണ്. മാത്രമല്ല അവിടെ ലൈറ്റ് അടിച്ച് പോകാൻ കഴിയില്ല, കറുത്തിരുണ്ട മലിനജലമാണ്, അവിടെ വെള്ളം പാസ് ചെയ്യില്ല, അതിലൂടെ ട്രാൻസ്പെറൻ്റ് അല്ല. അതുകൊണ്ട് ഇത് ജോയിയുടെ ശരീരമാണെന്ന് തൊട്ടറിയാനേ സാധിക്കൂ. അത്രേ ഉള്ളൂ. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല മാൻഹോളിലേക്കൊന്നും ആളുകൾ ഇറങ്ങാൻ പാടില്ല എന്നൊരു വിധി തന്നെയുണ്ട് ഹൈക്കോടതി വിധി തന്നെയാണ്. അല്ലെ, 2015 നൗഷാദിന്റെ മരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, കേരളം ഞെട്ടിയ ഒരു മരണമാണ്. കാരണം എന്താ, 2-3 അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിൽ പെട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ജെൻ റോബോട്ടിക്സിന്റെ യന്ത്രം ക്യാമറയും ടണലിലേക്ക് കേബിളുമായിട്ട് വന്നല്ലോ. ആ കേബിളിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം പാറ പോലെ ആ 2 മീറ്ററൊക്കെ ഉയരത്തിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. Meet the editors.